അങ്ങനെ മണിക്കൂറുകളോളം കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുകയാണ് സലിംകുമാർ. ഈ നിൽപ്പ് എത്ര നേരം നിൽക്കേണ്ടി വരുമെന്ന ഒരു ചോദ്യചിഹ്നമായി അത് അവസാനിക്കുകയാണ്. കാരണം കയ്യിൽ 10 പൈസയില്ലല്ലോ. തിരിച്ച് ലൊക്കേഷനിൽ പോകാനും കയ്യിൽ 10 പൈസയില്ല. താമസിച്ചിരുന്ന ഹോട്ടലിൽ പോകാമെന്ന് വെച്ചാലും 10 പൈസയില്ല. അങ്ങനെ നിൽക്കുകയാണ്. റെയിൽവേ സ്റ്റേഷനിലെ കോഫി ഹൗസിന് മുന്നിൽ നിന്ന് ഒരാൾ കുറച്ച് നേരമായി അസ്വസ്ഥനായി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയും അവിടെ ഇരിക്കുകയും എണീറ്റ് നിൽക്കുകയും ട്രെയിനുകൾ വരുമ്പം പരതി ഓരോരുത്തരെയും നോക്കുകയും പുറകേക്ക് തിരിഞ്ഞു നോക്കി ആരോ ഒരാൾ വരുന്നുണ്ടോ എന്ന് തിരിഞ്ഞു നോക്കുന്നതൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് ഒരാൾ നിൽക്കുകയായിരുന്നു. അപ്പോൾ എന്നെയാണ് ആ മനുഷ്യൻ ശ്രദ്ധിക്കുന്നതെന്ന് എപ്പോഴോ സലിംകുമാറിന് തോന്നി. സലിംകുമാർ അയാളെ നോക്കി ഒന്ന് ചിരിച്ചു. ആ ചിരിക്ക് മറുപടിയായി അയാളും കോഫി ഹൗസിൻ്റെ മുന്നിൽ നിന്ന് ചിരിച്ചു. സലിംകുമാർ പതുക്കെ നടന്ന് അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ചെന്നു. എന്തുകൊണ്ട് ഇത്രയും ട്രെയിനുകൾ പോയിട്ട് നിങ്ങൾ പോകാത്തതെന്ന് അയാൾ ചോദിച്ചു. പോകാൻ പറ്റാത്തത് ഞാനിങ്ങനെ ഒരു സിനിമയിൽ അഭിനയിക്കാൻ വന്നതാണ്. ആ സിനിമയിൽ 9 സീനുകൾ എടുത്തു. ഇനി 2 സീനുകൾ എടുക്കാനുണ്ട്. ഇന്നലെ ഒരു സീന് ജഗതിയുമായിട്ട് എടുത്തപ്പോൾ അത് ശരിയായില്ല. എനിക്ക് തോന്നുന്നു ജഗതിയും തിലകനും പോയിന്ന് തോന്നും. ഇനി അവർ വന്നിട്ടേ എനിക്ക് വർക്കുള്ളൂ. അപ്പോൾ വീട്ടിലേക്ക് പോകാം എന്ന് പറഞ്ഞ് ഞാൻ വന്നതാണ്. അപ്പോൾ എന്നെ കൊണ്ടാക്കാൻ വന്ന ആൾ ഒരു ടിക്കറ്റ് എടുത്തിട്ട് ഇതാ വരുന്നു എന്ന് പറഞ്ഞ് പോയിട്ട് അയാളെ കാണാനില്ല എന്നുള്ള അദ്ദേഹത്തിൻ്റെ ധർമ്മസങ്കടം മൊത്തം ഈ നോക്കിക്കൊണ്ട് നിന്ന മനുഷ്യനോട് പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു, ഞാനൊരു വിദേശ മലയാളിയാണ്, പേര് സണ്ണി എന്നാണ്. അമ്മയുടെ മരണകർമ്മങ്ങൾ ചെയ്യാനായിട്ടാണ് ഞാനിപ്പോൾ തൽക്കാലം ലീവിലേക്ക് വന്നത്. അപ്പോൾ തൻ്റെ സംഭവങ്ങൾ എന്താ പറയുക ജാള്യത കൊണ്ട് സലിംകുമാർ മറച്ചു വെച്ച് ഒരു നുണയാണ് സണ്ണിയോട് പറഞ്ഞത്. പേഴ്സ് ആരോ പോക്കറ്റ് അടിച്ചു. സിനിമയിൽ അഭിനയിക്കാൻ വന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു, പക്ഷേ പൈസ ഇല്ല എന്നുള്ള പറഞ്ഞില്ല. പകരം പറഞ്ഞു, എൻ്റെ പേഴ്സ് ആരോ പോക്കറ്റ് അടിച്ചു. റെയിൽവേ സ്റ്റേഷനിൽ ടിക്കറ്റിന് ക്യൂ നിൽക്കുന്നതിനിടയിൽ എപ്പോഴുമാണ് വീട്ടിലേക്ക് പോകാൻ എൻ്റെ കയ്യിൽ പണമില്ല. വണ്ടിക്കൂലിയായി താങ്കൾ എനിക്കൊരു 20 രൂപ തരൂ. അച്ഛാ എൻ്റെ മേൽവിലാസം എനിക്ക് തന്നാൽ വീട്ടിലെത്തിയോടെ നാളെ തന്നെ ഞാൻ ആ 20 രൂപ മണി ഓർഡറായി അയച്ചു തരാം. തൻ്റെ ഒരുപാട് പരിപാടികൾ ഏഷ്യാനെറ്റിലൂടെ ഞാൻ കണ്ടിട്ടുണ്ടെന്നും ഒറ്റ നോട്ടത്തിൽ തന്നെ എനിക്ക് നിങ്ങളെ മനസ്സിലായി എന്നുമൊക്കെ സണ്ണി തിരിച്ചു പറഞ്ഞു. എന്നാലും ഒന്ന് ഉറപ്പിച്ചിട്ട് പോകാമെന്ന് കരുതിയാണ് ഞാൻ കുറേ സമയമായി നിങ്ങളെ തന്നെ വാച്ച് ചെയ്ത് നിന്നത്. പേഴ്സെടുത്ത് അയാൾ ചോദിച്ച പൈസ കൊടുത്തു. എന്നിട്ട് സണ്ണി പറഞ്ഞു, അവിടേക്കാണ് ഈ ദൈവത്തിൻ്റെ ഒരു കാരുണ്യം എന്ന് പറയുന്നത്. സണ്ണി പറഞ്ഞു, ഇതൊരു നല്ല സൗഹൃദത്തിൻ്റെ തുടക്കമാവട്ടെ. പൈസ തിരിച്ചു തന്ന് അത് ഇല്ലാതാക്കരുത്. അതായത് വീട്ടിൽ ചെന്നിട്ട് എനിക്ക് മണി ഓർഡർ അയച്ചു തരരുത്. നമ്മൾ തമ്മിലുള്ള സൗഹൃദത്തിൻ്റെ ഒരു നല്ല തുടക്കം ഇവിടുന്ന് തുടങ്ങുന്നു എന്ന് വിചാരിച്ചാൽ മതി എന്ന് പറഞ്ഞ് പൈസ കൊടുത്തു. ട്രെയിൻ വരും വരെ അവരിരുവരും സംസാരിച്ച് നിന്നു. സലിംകുമാർ വീട്ടിലേക്ക് യാത്രയായി. കുറച്ച് ദിവസം കഴിഞ്ഞ് വിളിയൊന്നും വന്നില്ല. നീ വരുവോളം എന്ന് പറഞ്ഞ സെറ്റിൽ നിന്ന് പിന്നെ വിളിയൊന്നും വന്നില്ല. അങ്ങനെ എറണാകുളത്ത് നടക്കുന്ന മംഗല്യ പല്ലക്ക് എന്ന് പറഞ്ഞ ഒരു സിനിമയുടെ സെറ്റിൽ വെച്ച് PR വാഴു ജോസ് പറഞ്ഞു, സലിമേ നീ വരുവോളം എന്ന് പറഞ്ഞ സിനിമയിൽ നീ അഭിനയിച്ചിരുന്നില്ലേ? 9 സീൻ അഭിനയിച്ചിരുന്നു, ഇനി 2 ഉണ്ട്. അതിനി ഉണ്ടാവില്ല. അതെന്ത് എന്ന് ചോദിച്ചു. അപ്പോഴാണ് അറിയുന്നത് സിബി മലയിലിൻ്റെ ഒരു നാൾ വരുമെന്ന സിനിമയിൽ 9 സീനിൽ അഭിനയിച്ച സലിംകുമാറിൻ്റെ അഭിനയം അദ്ദേഹത്തിന് അഭിനയിക്കാൻ അറിയാഞ്ഞതുകൊണ്ട് മാറ്റിയിട്ട് ആ വേഷം ഇന്ദ്രൻസിനെ ഇട്ട് റീടേക്ക് ചെയ്തു. സലിംകുമാർ അഭിനയിച്ച 9 സീനും പിന്നെ എടുക്കാനിരുന്ന 2 സീനും അങ്ങനെ 11 സീൻ ഇന്ദ്രൻസിനെ വെച്ച് റീടേക്ക് ചെയ്തു. വാഴു ജോസ് പറഞ്ഞപ്പോഴാണ് അറിയുന്നത്. നീ വരുവോളം എന്ന സിനിമയിലെ നായകൻ എന്നതിനും അപ്പുറം മിമിക്രി രംഗത്ത് എൻ്റെ സുഹൃത്തായിരുന്ന സഹപ്രവർത്തകനായിരുന്ന ദിലീപ് പോലും സലിംകുമാറെ നിന്നെ ആ പടത്തിൽ നിന്ന് മാറ്റി എന്നുള്ളൊരു വാക്ക് പറയാത്തത് സലിംകുമാറിനെ നന്നായിട്ട് വേദനിപ്പിച്ചു. കാലങ്ങൾ ശരവേഗത്തിൽ ഓടിപ്പോയി. പക്ഷേ ഒരിക്കലും സലിംകുമാറിന് ഇത് മറക്കാൻ കഴിയില്ല. മരണം വരെയും സലിംകുമാറിൻ്റെ മനസ്സിൽ ഇതുണ്ടാവും എന്നുള്ള കാര്യം ഉറപ്പാണ്. അതങ്ങനെയാണ്. കാരണം അത്രയും ഇതിനപ്പുറം എത്ര ഇൻസൾട്ട് ചെയ്യാൻ. പല നിറത്തിലും പല ഭാവത്തിലും പല രൂപത്തിലും പറവൂർ പാലത്തിനടിയിലൂടെ ഒരുപാട് വെള്ളം ഒഴുകി എന്നാണ് സലിംകുമാർ പറയുന്നത്. 2006 മാർച്ച് മാസത്തിൽ എറണാകുളത്ത് കമൽ സംവിധാനം ചെയ്യുന്ന പച്ചക്കുതിര എന്ന് പറഞ്ഞ സിനിമയിൽ ദിലീപ് ഡബിൾ റോൾ ചെയ്ത പച്ചക്കുതിരയിൽ സലിംകുമാർ അഭിനയിക്കുന്നുണ്ട്. അപ്പോൾ 2005 സിനിമ അവാർഡ് പ്രഖ്യാപനം വരുന്ന ദിവസം, ഈ ഷൂട്ടിംഗ് നടക്കുന്നതിനിടയിലാണ് ഒരു ദിവസം പറയുന്നു, ഇന്ന് സംസ്ഥാന അവാർഡ് പ്രഖ്യാപിക്കും. കാക്കനാട്ടെ ഒരു ഹോട്ടലിലായിരുന്നു
അന്ന് പച്ചക്കുതിരയുടെ ഷൂട്ടിംഗ്. അപ്പോൾ ദിലീപ് മികച്ച നടനാകും എന്ന് ആ സെറ്റിലുള്ള എല്ലാവരും പറയും. ദിലീപ് തന്നെ ആയിരിക്കും ഈ വർഷത്തെ സംസ്ഥാന അവാർഡ് നേടുന്നത് എന്നുള്ള ചർച്ച പരന്നിരിക്കുകയാണ്, വാർത്ത പരന്നിരിക്കുന്ന സമയമാണ്. ദിലീപ് പച്ചക്കുതിരയുടെ സെറ്റിൽ ഉണ്ടെന്നറിഞ്ഞിട്ട് പത്രക്കാരും സുഹൃത്തുക്കളും ഒക്കെ തേരാ പാരാ വിളിക്കുകയാണ്. അതുപോലെ തന്നെ സംവിധായകൻ കമലിൻ്റെ ഫോണിനും ഒഴിവില്ല. ദിലീപ് എവിടെ ഉണ്ടോ, ദിലീപായിരിക്കും ഈ വർഷത്തെ മികച്ച നടൻ്റെ അവാർഡ് വാങ്ങുന്നത്, ഞങ്ങൾക്ക് പൂർണ്ണമായ ഉറപ്പ് കിട്ടിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് പത്രക്കാർ വിളിക്കുകയാണ്. അവാർഡ് പ്രഖ്യാപനം കഴിഞ്ഞ് മതി ഇനി ഷൂട്ടിംഗ് എന്ന് പറഞ്ഞ് താൽക്കാലികമായി ബ്രേക്ക് ചെയ്തു. ഇനി ദിലീപ് മികച്ച നടനുള്ള അവാർഡ് വാങ്ങിക്കുന്ന വാർത്ത കണ്ടിട്ട് മതി ബാക്കി ഷൂട്ടിംഗ് എന്ന് തീരുമാനിച്ചു. ഷൂട്ടിംഗ് ക്രൂ ഹോട്ടലിലെ റിസപ്ഷനിൽ ടി-വിയുടെ മുന്നിൽ നിരന്നിരുന്നു. ദിലീപ് ബെസ്റ്റ് ആക്ടർ എന്ന പ്രഖ്യാപനം വരുമ്പോൾ കൈയടിക്കാനായി സലിംകുമാറിന് റെഡിയായിട്ട് നിന്നു. അക്ഷമരായി കാത്തിരിക്കുന്നവരുടെ മുന്നിലേക്ക് അന്നത്തെ സാംസ്കാരിക വകുപ്പ് മന്ത്രിയായ AP അനിൽകുമാർ പത്രസമ്മേളനത്തിനായി TV-യിലേക്ക് വന്നു. അദ്ദേഹം ആദ്യത്തെ അവാർഡ് പ്രഖ്യാപിച്ചപ്പോൾ തന്നെ സെറ്റിൽ ശ്മശാന മൂകത പരന്നു. കാരണം 2005 മികച്ച നടനായി തന്മാത്ര എന്ന് പറഞ്ഞ സിനിമയിലെ മികച്ച പ്രകടനത്തിന് രമേശൻ നായർ എന്ന് പറഞ്ഞ അൾഷിമേഴ്സ് ബാധിച്ച രോഗിയുടെ വേഷം ചെയ്ത് അവതരിപ്പിച്ച മോഹൻലാലിനെ മികച്ച നടനായി തിരഞ്ഞെടുത്തു എന്ന വാർത്തയാണ് അനിൽകുമാർ ആദ്യമായിട്ട് വായിച്ചത്. തങ്ങളുടെ സെറ്റിൽ ഇരട്ട വേഷം ചെയ്തുകൊണ്ട് നിൽക്കുന്ന നായകൻ അവാർഡില്ല എന്ന വാർത്ത സെറ്റിൽ മ്ലാനത പരത്തി. അപ്പോഴാണ് അടുത്ത വാർത്ത വരുന്നു. അത് രസകരമായ ഒരു വാർത്തയാണ് വരുന്നത്. 2005 മികച്ച രണ്ടാമത്തെ നടനായി സലിംകുമാറിനെ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്നാണ് മന്ത്രി വായിച്ചത്. ചിത്രം അച്ഛനുറങ്ങാത്ത വീട്. സംവിധായകൻ കമൽ ഓടി വന്ന് സലിംകുമാറിനെ കെട്ടിപ്പുണർന്നു. യൂണിറ്റാകെ കാതടപ്പിക്കുന്ന കയ്യടി ശബ്ദം. സലീമിൻ്റെ കണ്ണിൽ ഇരുട്ട് കയറുകയാണെന്ന് തോന്നി. ഒന്നും കാണാൻ പറ്റുന്നില്ല, എല്ലാം വല്ലാതെ മങ്ങിക്കാണുന്നു. ഇരുൾ കയറി മങ്ങി മറഞ്ഞ ആ കാഴ്ചയിൽ അവാർഡ് പ്രഖ്യാപനങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചുകൊണ്ട് മന്ത്രിയുടെ അടുത്ത കസേരയിൽ ഒരാളിരിപ്പുണ്ട്. സലിംകുമാർ നോക്കിയപ്പോൾ TV-യിൽ മന്ത്രി അവാർഡ് പ്രഖ്യാപിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് അനിൽകുമാറിൻ്റെ അടുത്ത് ഒരാളിരിപ്പുണ്ട്. സാക്ഷാൽ സിബി മലയിൽ. നീ വരുവോളം എന്ന് പറഞ്ഞ സിനിമയിൽ അഭിനയിക്കാൻ അറിയാത്തതുകൊണ്ട് 9 സീനിൽ അഭിനയിച്ച സലിംകുമാറിനെ മാറ്റിയിട്ട് ഇന്ദ്രൻസിനെ ഇട്ട് ആ സിനിമ തീർത്ത സിബി മലയിലാണ് അനിൽകുമാർ മികച്ച രണ്ടാമത്തെ നടനായി സലിംകുമാറിനെ പ്രഖ്യാപിക്കുമ്പോൾ തൊട്ടടുത്തിരിക്കുന്നത്. സലിംകുമാറിനെ അഭിനയിക്കാൻ അറിയില്ല എന്ന കാരണത്താൽ 9 സീനുകളിൽ അഭിനയിച്ച ശേഷം പറയാതെ പറഞ്ഞുവിട്ട സിബി മലയിൽ അടങ്ങിയ ജൂറിയാണ് സലിംകുമാറിനെ മികച്ച രണ്ടാമത്തെ നടനായി തിരഞ്ഞെടുത്തിരിക്കുന്നത് എന്ന നഗ്ന സത്യം ഓർത്തപ്പോൾ സലിംകുമാർ തൻ്റെ അമ്മ പറഞ്ഞത് ഓർത്തു. അഭിനയിച്ച സിനിമയിൽ നിന്നും ഒരു വാക്ക് പറയാതെ പറഞ്ഞയച്ച് മറ്റൊരാളെ അഭിനയിപ്പിച്ചതറിഞ്ഞ് പൊട്ടിക്കരഞ്ഞ മകനെ അമ്മ കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിച്ചിരുന്നു. അതേ മനുഷ്യൻ വിധി കർത്താവായി തന്നെ മികച്ച രണ്ടാമത്തെ നടനായി തിരഞ്ഞെടുത്തു എന്നറിയുമ്പോൾ തീർച്ചയായിട്ടും അത്ഭുതം തോന്നും നമുക്ക്. പൊട്ടിക്കരച്ചൽ അവാർഡ് പ്രഖ്യാപനം കേട്ടപ്പോഴേക്കും സലിംകുമാറിനെ തേടി വന്നു. കാരണം കൺട്രോൾ പോയി, സലിംകുമാറിൻ്റെ കൺട്രോൾ പോയി. പതിയെ പൊട്ടിക്കരയുന്ന മറ്റുള്ളവരാരും കാണാതിരിക്കാനായി തൊട്ടടുത്ത ബാത്റൂമിൽ കയറി, ഹോട്ടലിലെ ബാത്റൂമിലേക്ക് കയറിയിട്ട് കതവ് കുറ്റിയിട്ടിട്ട് സലിംകുമാറിന് മതി വരുവോളം അദ്ദേഹം പൊട്ടിക്കരഞ്ഞു. അമ്മയെ ഓർത്തും കരഞ്ഞു. കാരണം അപ്പോഴമ്മയില്ല. ഈ അവാർഡ് പ്രഖ്യാപിക്കുമ്പോൾ അമ്മ മരിച്ചു കഴിഞ്ഞു. കരച്ചിൽ നിയന്ത്രിക്കാം എന്നായപ്പോൾ കണ്ണും മുഖവും കഴുകി സലിംകുമാർ ബാത്റൂമിൽ നിന്ന് പുറത്തിറങ്ങി. അപ്പോഴവിടെ ലഡ്ഡു വിതരണം നടക്കുകയായിരുന്നു. പ്രൊഡക്ഷനിലെ ഒരു ബിജു ഒരു ലഡ്ഡു സലിംകുമാറിന് വച്ച് നീട്ടി. അത് വാങ്ങിയിട്ട് സലിംകുമാർ ചോദിച്ചു, ഇത്രയും സമയത്തിനുള്ളിൽ ഇത് എവിടെ നിന്ന് ഒപ്പിച്ചു? അപ്പോൾ സരസനായ ബിജു പറഞ്ഞ മറുപടി എന്താണെന്ന് കേട്ടാൽ, ദിലീപ് ഏട്ടൻ മികച്ച നടനാവൂ എന്ന് പറഞ്ഞ് നമ്മുടെ നിർമ്മാതാവ് വാങ്ങിവെച്ച ലഡ്ഡുവാണ്. ചേട്ടനെങ്കിലും ഈ അവാർഡ് വാങ്ങിച്ചില്ലായിരുന്നെങ്കിൽ ഈ ലഡ്ഡു അത്രയും പുല്ല് വെട്ടിക്കുഴിച്ച് മൂടേണ്ടി വന്നെ. ആലോചിച്ച് ദിലീപ് മികച്ച നടനാകുമ്പോൾ പ്രൊഡ്യൂസർക്ക് ചുമ്മാ ഇരിക്കാൻ ഒക്കില്ല. അങ്ങനെ സെറ്റിലുള്ള എല്ലാവർക്കും കൊടുക്കാൻ വാങ്ങിയ ലഡ്ഡു ദിലീപിന് കിട്ടിയില്ല. പക്ഷേ രണ്ടാമത്തെ നടനായി ചേട്ടന് വന്നതുകൊണ്ട് ഈ ലഡ്ഡു ഉപകരിച്ചു. ഇല്ലെങ്കിൽ ഇതെല്ലാം കൂടെ കുഴിച്ചിടണ്ടേ ചേട്ടാ ഞാൻ എന്നാണ് സരസനായ ബിജു ചോദിച്ചത്. ചേട്ടനെങ്കിലും കിട്ടിയില്ലായിരുന്നെങ്കിൽ ഇതെവിടെയെങ്കിലും കുഴിച്ചുമൂടി ഞാനൊരു പരുവായനെ എന്നാണ് ബിജു പറഞ്ഞത്. പിന്നീട് 2012 മികച്ച ഹാസ്യ നടൻ്റെ സംസ്ഥാന അവാർഡ് സലിംകുമാറിനെ തേടി വന്നു. മികച്ച ഹാസ്യ നടൻ ആദ്യത്തെ അവാർഡ് സലിംകുമാറിനായിരുന്നു. അങ്ങനെ കേരളത്തിലെ മികച്ച നടൻ, മികച്ച രണ്ടാമത്തെ നടൻ, മികച്ച ഹാസ്യ നടൻ
എന്നീ പുരസ്കാരങ്ങൾ നേടിയ കേരളത്തിലെ ആദ്യത്തെ നടനായി സലിംകുമാർ. മികച്ച ഹാസ്യ നടനായി 2012 സലിംകുമാറിനെ തിരഞ്ഞെടുക്കുമ്പോൾ ആ ജൂറിയുടെ ചെയർമാൻ എന്ന് പറയുന്നത് സിബി മലയിലായിരുന്നു. ഇതൊക്കെയാണ് ദൈവം നിശ്ചയിക്കുന്ന ഓരോ കാര്യങ്ങൾ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അഭിനയിക്കാൻ അറിയില്ല എന്ന് പറഞ്ഞു വിട്ട സംവിധായകൻ ജൂറി ചെയർമാനായിരിക്കുമ്പോഴാണ് 2012 ഏറ്റവും നല്ല മികച്ച ഹാസ്യ നടനുള്ള അവാർഡ് സിബി മലയിലെ നേതൃത്വത്തിൽ സലിംകുമാറിന് നൽകുന്നത്. അച്ഛനുറങ്ങാത്ത വീടിന് മികച്ച നടൻ്റെ അവാർഡ് തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ഉള്ളതിനാൽ JC ഡാനിയൽ അവാർഡ് ജേതാവായ ആറന്മുള പൊന്നമ്മയുടെ കയ്യിൽ നിന്നാണ് സലിംകുമാർ ഏറ്റുവാങ്ങിയത്. അപ്പോൾ ഈ അവാർഡ് ദാനം നടക്കുന്ന അന്ന് രാത്രി ഒരു ഡിന്നർ ഉണ്ടാവും സാംസ്കാരിക വകുപ്പ് മന്ത്രിയുടെ ചെലവിൽ, മിക്കവാറും മസ്കറ്റ് ഹോട്ടലിലാണ്. അന്ന് രാത്രി അക്കാദമി നൽകിയ ഡിന്നറിനിരിക്കുമ്പോൾ സലിംകുമാറിൻ്റെ തൊട്ടടുത്തിരുന്നത് CB മലയിലായിരുന്നു. ഒന്നിച്ചിരുന്ന് ആഹാരം കഴിക്കുമ്പോൾ സലിംകുമാറിന് തോന്നി ആരോ സലിംകുമാറെ എന്ന് പുറകിൽ നിന്ന് വിളിക്കുന്നു. സലിംകുമാർ ഒന്ന് പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ഹോട്ടലിൻ്റെ ഒഴിഞ്ഞ ഒരു മൂലയിൽ പണ്ട് വണ്ടിക്കൂലിക്ക് പണമില്ലാതെ നിന്ന ആ പഴയ സലിംകുമാർ അവാർഡ് ജേതാവായ സലിംകുമാറിനെ നോക്കി പുഞ്ചിരിക്കുന്നു ഇരുട്ടത്ത് നിന്ന് എന്നാണ് സലീമിന് തോന്നിയത്. കാലം അങ്ങനെയൊക്കെയാണെന്നേ. കൃത്യമായി കണക്കുകൾ പരിശോധിക്കും. അത് എല്ലാവരും ഓർത്താൽ നല്ലത് എന്നാണ് അഭിനയിക്കാൻ അറിയാത്തതിൻ്റെ പേരിൽ പറഞ്ഞു വിട്ടിട്ട് ഏറ്റവും മികച്ച നടൻ്റെയും ഏറ്റവും മികച്ച ഹാസ്യ നടൻ്റെയും അവാർഡ് നിർണ്ണയിക്കുന്ന ജൂറിയിൽ പോയിരിക്കേണ്ട അവസ്ഥ സിബി സാറിന് വന്നത്. അതുപോലെ സംവിധായകൻ 95 മാർക്കും നിർമ്മാതാവ് 98 മാർക്കും ഇട്ടെടുത്ത് 2 മാർക്ക് മോഹൻലാലിനിട്ട, ഒരു 10 മാർക്കെങ്കിലും ഇട്ടെങ്കിൽ ഒരു അന്തസ്സുണ്ടില്ലേ. 100-ന് 2 മാർക്കിട്ട മോഹൻലാലിന് 2 മാർക്കിട്ട മഹാനാണ് സിബി മലയിൽ. അദ്ദേഹത്തിൻ്റെ 2 സിനിമകളിൽ കിരീടത്തിലും ഭരതത്തിലും അഭിനയിച്ചതിന് അദ്ദേഹം നാഷണൽ അവാർഡ് മോഹൻലാൽ വാങ്ങി എന്നുള്ളത് പിന്നത്തെ ചരിത്ര സത്യം. ഇനിയെങ്കിലും നമ്മൾ ഓരോ ആൾക്കാരെയും വിലയിരുത്തുമ്പോൾ നാളെ നമുക്കൊരു തിരിച്ചടി ഉണ്ടാവാതിരിക്കാൻ ഈ സ്റ്റോറി ഉപകരിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് സലിംകുമാറിന് ഇനിയും നല്ല നല്ല വേഷങ്ങൾ ചെയ്യാനുള്ള അവസരങ്ങൾ ഉണ്ടാകട്ടെ. പൂർണ്ണ ആരോഗ്യവാനായി വരുന്ന സലിംകുമാർ ഇനിയും നല്ല സിനിമകൾ ചെയ്ത് മലയാളത്തിൽ ചിന്തിക്കുന്നതും ചിരിപ്പിക്കുന്നതുമായ ഒരുപാട് വേഷങ്ങൾ ചെയ്യട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.